പൊതുജനങ്ങൾക്ക് എന്താവശ്യത്തിനും ഏത് സമയത്തും സർക്കാർ സ്ഥാപനങ്ങളെ സമീപിക്കാമെന്നതാണ് UAEയുടെ പോളിസി. എന്നാൽ പൊതുജനങ്ങൾക്ക് കൃത്യമായ സേവനം നൽകാത്ത സർക്കാർ സ്ഥാപനങ്ങൾക്കെതിരെ UAE പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം രൂക്ഷ വിമർശനം നടത്തി. സർക്കാർ സേവനങ്ങളിൽ ഉപഭോക്താവിന്റെ സംതൃപ്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ദുബായ് ഭരണാധികാരി ദീർഘനാളായി നടത്തിവരികയായിരുന്നു. പൊതുജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഫീഡ്ബാക്ക് അനുസരിച്ച് വിവിധ വകുപ്പുകളുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിനായി 2020 രഹസ്യ ഷോപ്പർമാരെ നിയോഗിച്ചിരുന്നു. ഇവരുടെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചില സർക്കാർ സ്ഥാപനങ്ങളിലെ കെടുകാര്യസ്ഥത കണ്ടെത്തിയിരിക്കുന്നത്. സർക്കാർ സേവനങ്ങൾ മുഴുവനും ഇപ്പോൾ ഡിജിറ്റൽ ആണെന്ന വ്യാജേന സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് പൊതുജനങ്ങളുടെ പ്രവേശനം തടഞ്ഞതായി കണ്ടെത്തിയെന്ന് ഷെയ്ഖ് മുഹമ്മദ് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ വെളിപ്പെടുത്തി. പൊതു ചുമതലകൾ നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടതിനും രാജ്യത്തിന്റെ തുറന്ന വാതിൽ നയം ലംഘിച്ചതിനുമാണ് വിമർശനം. ആളുകളെ സേവിക്കുകയും അവരുടെ ജീവിതം ലളിതമാക്കുകയും അവരുമായി നിരന്തരം ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നതാണ് UAEയുടെ വിജയമെന്നും ഈ തത്വങ്ങൾ ഒരിക്കലും മാറില്ലെന്നും ഇവയുമായി പൊരുത്തപ്പെടാത്തവർക്കെതിരെ നടപടിയെടുക്കുമെന്നും ഷെയ്ഖ് മുഹമ്മദ് എക്സിൽ കുറിച്ചു. പൊതുജനങ്ങൾക്ക് കൃത്യമായ സേവനം നൽകാത്ത 3 സർക്കാർ വകുപ്പ് മേധാവികൾക്കെതിരെയാണ് നടപടി. അവരുടെ പേരോ വകുപ്പുകളോ വെളിപ്പെടുത്തിയിട്ടില്ല. അതേസമയം ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിൻ അഫയേഴ്സിന്റെ ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറിയുടെ അസാധാരണ സേവനത്തെ ഷെയ്ഖ് മുഹമ്മദ് പ്രശംസിച്ചു.